ചിന്തനത്തിനായിട്ട് നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. 2 Timothy chapter 4 from verse 6 to 8. 2 തിമോത്തി 4:6 തൊട്ട് 8 വരെ. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായവിധിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഈ എഴുതിയിരിക്കുന്ന തിരുവചന ഭാഗം അപ്പോസ്തലനായ പൗലോസ് തടങ്കലിൽ കിടക്കുമ്പോൾ തൻ്റെ നിജപുത്രൻ എന്നറിയപ്പെടുന്ന തിമോഥെയോസിന് എഴുതിയ ഒരു കത്തിലാണ് നമ്മൾ ഈ വായിച്ച വേദഭാഗം. ലെറ്റർ. ഇറ്റ്സ് എ ലെറ്റർ written to Timotheus. When we think about life, life is hard. But we know that our God is good. നമ്മുടെ ജീവിതത്തിൻ്റെ ചെറുപ്പം തൊട്ടുള്ള കാര്യങ്ങളെ നോക്കുമ്പോൾ ഏറ്റവും ഈസിയായി ലൈഫ് ജീവിച്ചു എന്ന് ചിന്തിക്കുന്നവർക്ക് പോലും കഠിനതയെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കണം. എൻ്റെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കഠിനമായ വിഷയങ്ങളെ നാം അഭിമുഖീകരിച്ചിട്ടുണ്ട്. എന്നാൽ നാം പിന്നോട്ട് ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം ഗ്രഹിപ്പാൻ കഴിയും. അതിൻ്റെ എല്ലാം മധ്യത്തിൽ നമ്മുടെ ദൈവം നല്ലവനായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ വിക്ടറി എന്ന് പറയുന്നത് പ്രശ്നങ്ങളില്ലാത്ത ജീവിതം നയിക്കുക എന്നുള്ളതല്ല, പിന്നെയോ പ്രശ്നങ്ങളെ എൻഡ്യൂർ ചെയ്യുക, സ്ട്രഗിൾസ് വരുമ്പോൾ അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ വിക്ടറിയായി കണക്കാക്കപ്പെടുന്നത്. പ്രശ്നങ്ങളില്ലാതെ പോകുന്നത് ഒരു വിജയമല്ല. പരീക്ഷയില്ലാതെ വിജയിക്കാൻ സാധിക്കത്തില്ല. പരീക്ഷയെ വിജയിക്കുന്നതാണ് സക്സസ് അല്ലെങ്കിൽ വിക്ടറി എന്ന പദം കൊണ്ട് നാം ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. ഹാർഡ് ടൈംസ്. പൗലോസ് അപ്പോസ്തലൻ ധാരാളം ഹാർഡ് ടൈംസിൽ കൂടെ കടന്നുപോയ മനുഷ്യരാണ്. ബട്ട് ഇറ്റ് ഈസ് വിക്ടോറിയസ് ലൈഫ്. ഇവിടെ പറയുന്നത്, ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായിരിക്കുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. പുള്ളി പ്രവചനാത്മാവിൽ പറയുകയല്ല എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നെന്ന്. ഇന്ന ദിവസം ഇത്ര സമയത്ത് തന്നെ കൊല്ലുമെന്നുള്ള വധശിക്ഷ പുള്ളി കിടക്കുന്ന മുറിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന സമയത്ത് പൗലോസ് കൊല്ലപ്പെടുമെന്നുള്ള വധശിക്ഷ അത് നിർണയപ്പെടുത്തുന്ന ദിവസവും ടൈമും എല്ലാം എഴുതി വെച്ച് കണ്ടിട്ടുണ്ട് താൻ കിടക്കുന്ന മുറിയുടെ ബോർഡിൽ. അതുകൊണ്ട് കണ്ടുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഇപ്പോൾ തന്നെ ഞാൻ പാനീയയാഗമായി തീർന്നിരിക്കുന്നു. ഐ ആം ഗോയിങ് ത്രൂ എ സാക്രിഫൈസ്. ഞാൻ മരിക്കാറായിരിക്കുന്നു. നിര്യാണകാലം, എൻ്റെ മരണം അടുത്തിരിക്കുന്നു. ബട്ട് സ്ട്രഗിൾ ഇല്ലെന്നല്ല അദ്ദേഹം പറയുന്നത്. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അപ്പോൾ ഈ പ്രതിഫലം തരുന്നത്, കിട്ടാൻ പോകുന്നത് എനിക്ക് മാത്രമല്ല, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ആക്കാക്കി ജീവിച്ചിട്ടുള്ള ഏവർക്കും എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ നമ്മളും പെടും. നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നീതിയുടെ കിരീടം. അപ്പോൾ വചനപ്രകാരം ജീവിക്കുന്നവർക്ക്, സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടു, ദൈവത്തിൻ്റെ വചനപ്രകാരം നീതിപൂർവം നിഷ്കളങ്കപൂർവം ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു ക്രൗൺ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് നീതിയുടെ കിരീടം. ഈ നീതിയുടെ കിരീടം, പല കിരീടങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മൾ നീതിയുടെ കിരീടമോ അല്ലെ മറ്റ് കിരീടങ്ങളോ ഒന്നും കിട്ടാനല്ല ജീവിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ
നാം ആയിരിക്കുമെന്നുള്ളതാണ് നമ്മുടെ വലിയ പ്രതീക്ഷ. പല കിരീടങ്ങളെക്കുറിച്ച് ദൈവവചനം പറയുന്നുണ്ട്. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലും കാണുന്നുണ്ട് ക്രൗൺ ഓഫ് ലൈഫ്, ജീവകിരീടം. ആ ജീവകിരീടം എന്ന് പറയുമ്പോൾ ആ കിരീടം ഫെയ്ഡ് ചെയ്യുന്നതല്ല, അത് നിലനിൽക്കുന്നതാണ്, ജീവനുള്ള കിരീടമാണ്. അതെന്തിനാണ്? കഷ്ടതയിലൂടെ കടന്നു പോകുന്നതിനെ സഹിച്ചവർക്ക് കിട്ടുന്നതാണ് ക്രൗൺ ഓഫ് ലൈഫ്. കഷ്ടത വരുമ്പം പിറുപിറുക്കുന്നവർക്കുള്ളതല്ല. നമ്മൾ ചോദിക്കുന്ന എല്ലാം, ചില കൊച്ചു പിള്ളേർ കരയുമ്പോൾ എല്ലാം കൊടുക്കണമെന്നും കിട്ടണമെന്നും ഒക്കെ അവർക്ക് താല്പര്യമുണ്ട്. അങ്ങനെ കിട്ടിയിട്ടല്ല. നല്ല ശിക്ഷിക്കുന്ന പേരൻസ് ആണെങ്കിൽ അവരെ നല്ല രീതിയിൽ വളർത്തുമ്പോൾ ചോദിക്കുന്നതെല്ലാം ഉടനെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ഇനി ഈ ആഴ്ച വേണമെന്ന് പറയുന്നത് അടുത്ത ആഴ്ചയായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. അവരെ ഒന്ന് പഠിപ്പിക്കുക, ഒന്ന് സഹിക്കാനൊക്കെ പഠിപ്പിക്കുക. അപ്പോൾ ആ സഹനമുള്ളവർക്ക് കിട്ടുന്നതാണ് ക്രൗൺ ഓഫ് ലൈഫ്, ജീവകിരീടം. അതുപോലെ ഇൻകറപ്റ്റിബിൾ ക്രൗൺ വേറൊരു പറയുന്നുണ്ട്. നമ്മൾ 1 കൊരിന്ത്യർ 9:25 കാണുന്നുണ്ട്, വാടാത്ത കിരീടം. അത് ദൈവം തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നത് സ്പിരിച്വൽ ഡിസിപ്ലിനിലൂടെ കടന്നു പോകുന്നവർക്കാണ്. ദൈവം തരുന്ന ശിക്ഷയെ നിരസിക്കാതെ ആ ഡിസിപ്ലിനിങ്ങിലൂടെ കടന്നു പോകുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ക്രൗണാണ് ഇൻകറപ്റ്റബിൾ ക്രൗൺ, അല്ലെങ്കിൽ വാടാത്ത കിരീടം. അതുപോലെ ക്രൗൺ ഓഫ് റൈച്ചിയസ്നെസ്, നീതിയുടെ കിരീടം. നീതിയുടെ കിരീടം നമ്മൾ 2 തിമോത്തി 4:8 വായിച്ചു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. നീതിയുടെ കിരീടത്തെക്കുറിച്ച് ക്രൗൺ ഓഫ് റൈച്ചിയസ്നെസ്, നീതിയുടെ കിരീടം ആർക്കുള്ളതാണ്? വിശ്വസ്തതയിൽ ജീവിച്ചവർക്ക്. പിന്നീടൊന്നുള്ളതാണ് ക്രൗൺ ഓഫ് ഗ്ലോറി, മഹത്വ കിരീടം. ഈ മഹത്വ കിരീടം 1 പത്രോസ് 5 കാണുന്നുണ്ട്. ഈ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തതയോടെ ജീവിച്ചിട്ടുള്ള ഷെപ്പേഡ്, ഇടയന്മാർക്ക് കിട്ടുന്ന ഒന്നാണ് ക്രൗൺ ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ കിരീടം എന്ന് പറയുന്നതിന്. വേറൊരു കിരീടം കൂടെ കിട്ടുന്നുണ്ട് പ്രതിഫലത്തിൻ്റെ കൂട്ടത്തിൽ. അതിന് പറയുന്ന ക്രൗൺ ഓഫ് റിജോയ്സിങ്. 1 തെസ്സലോനി 2:19 തൊട്ടുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അതാർക്കാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിന് പറയുന്ന പ്രശംസാ കിരീടം, മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കുന്നവർക്ക് കിട്ടുന്നതാണ് പ്രശംസാ കിരീടം. ഇങ്ങനെ പല രീതിയിലുള്ള കിരീടങ്ങളുണ്ട്. ഈ കിരീടമൊക്കെ കിട്ടിക്കോട്ടെ. എന്നാൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ കർത്താവിനോടുകൂടെ നമുക്ക് സമയം ചെലവഴിക്കാമെന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശംസ. അതാണ് നമ്മുടെ ആമോദം. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞെരുക്കവും പ്രയാസവും ഒന്നും ഇല്ലെന്നല്ല. കാരാഗ്രഹത്തിൽ കിടക്കുന്ന സുഖമുള്ള കാര്യമൊന്നുമല്ല. ഇതിന് വലിയ വലിപ്പമൊന്നും ഉള്ളതല്ല ഈ അറ. നിവർന്ന് നിൽക്കാനുള്ള സ്ഥലമില്ലെന്നാണ് പറയുന്നത്. ഏതാണ്ട് 4 അടി ഉയരമേ ഉള്ളൂ ഈ അറയ്ക്ക്. അപ്പോൾ ഈ 4 അടി ഉയരമുള്ളിടത്ത് നിവർന്ന് പൊങ്ങിയാൽ തല ഇടിക്കും. അങ്ങനെയുള്ള ഒരു കാരാഗ്രഹത്തിലാണ് കിടക്കുന്നത്. പക്ഷെ അവിടെയും സന്തോഷത്തോടുകൂടി സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ എന്നൊക്കെയുള്ള ലേഖനം എഴുതുന്നത് അവിടെ കിടന്നുകൊണ്ടാണ്. കാരണം അദ്ദേഹം കാണുന്നത് ആ സമയത്തെ അല്ല, ആ പ്രയാസത്തെ അല്ല, അതിനതീതമായി അതിജീവിക്കുമ്പോൾ തനിക്ക് ലഭിക്കാൻ പോകുന്ന പ്രത്യക്ഷതയെയും തനിക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രശംസയെയും കർത്താവ് കൊടുക്കുന്ന പ്രതിഫലത്തെയും കണ്ടുകൊണ്ട് ഒരു ജയാളിയുടെ ഭാഷ്യത്തിലാണ് അദ്ദേഹം തൻ്റെ ലേഖനം എഴുതുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത്, ഐ കെപ്റ്റ് മൈ ഫെയ്ത്ത്, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. വിശ്വാസം കാത്തത് വെറും നിസ്സാരമായ അനുഭവത്തിലല്ല, പ്രതികൂലങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ്. ഇൻ ഹാർഡ്ഷിപ്പ്. 1 പുറകെ 40 അടി 5 വട്ടം കൊണ്ടു, 39 അടി വെച്ച് 5 വട്ടം, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു. പലപ്പോഴും കടൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഷിപ്രക്ക്, പട്ടിണി, പരിവട്ടം, ദാഹം, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, ദുഷ്ട സ്നേഹിതന്മാരാലുള്ള ആപത്ത്, കള്ള സഹോദരന്മാരിൽ നിന്നുള്ള പീഡനം, ഇതെല്ലാം സഹിച്ച പൗലോസ് അതൊന്നും ഒരു പ്രതികാരം വെച്ചുകൊണ്ടല്ലിരിക്കുന്നത്. കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ എന്ന് മലയാളത്തിൽ ഒരു പാട്ടുകാരൻ എഴുതിയതുപോലെ ആ പ്രതികൂല പ്രയാസങ്ങളുടെ നടുവിൽ വിജയപൂർവ്വം ജീവിച്ച വ്യക്തിയാണ് ഈ കത്തെഴുതുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എനിക്കിനി ഒരു കിരീടമുണ്ട്, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല
കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും ലഭിക്കുന്ന കിരീടമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ എൻകൗണ്ടർ വ്യക്തിപരമായിരുന്നു. പൗലോസിനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല ദൈവദർശനം കിട്ടിയത്. ശൗൽ ഓഫ് തർസൂസ് ഒരു ഭീകരനായിരുന്നു. ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ഒരു ഭീകരവാദിയായിരുന്നു സോൾ ഓഫ് തർസൂസ്, തർസൂസുകാരനായ ശൗൽ. യഹൂദ മതത്തിൽ തീവ്രമായ അറിവുള്ളവൻ. ഇന്നത്തെ രീതിക്ക് പറഞ്ഞാൽ ഒരു 3 PhD ഈക്വലൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷനുള്ള ആളായിരുന്നു സൗല്. എബ്രായ ഭാഷയിൽ, യവന ഭാഷ അഥവാ ഗ്രീക്ക് ഭാഷയിൽ, ഈ ഭാഷയിലുള്ള പഠിത്തം അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എബ്രായ ഭാഷയിലെ പഠിത്തം എന്ന് പറയുമ്പോൾ എബ്രായ ഭാഷ മാത്രമല്ല, അതോടുകൂടി യഹൂദ പാണ്ഡിത്യവും അവരുടെ മതപരമായ കാര്യങ്ങളിലുള്ള അറിവും എന്ന് പറഞ്ഞാൽ അവരുടെ പഴയ നിയമം തോറ നല്ലവണ്ണം കലക്കി കുടിച്ചവനെന്നൊക്കെ നമ്മൾ പറയില്ലയോ, അതുപോലെയുള്ള ഒരു പരീശനായിരുന്നു പൗലോസ്. ഭാഷാ നിപുണൻ ഭാഷയിൽ, എബ്രായ ഭാഷയിൽ. അതുപോലെ യവന ഭാഷ ഗ്രീക്ക്, അത് ഇന്നത്തെ നമ്മൾ പറയുന്ന ഗ്രീക്ക് ഭാഷയല്ല, ഗ്രീക്കും ലോക്കൽ ഭാഷയും കൂടി ഇടകലർന്ന അരാമിക് ഭാഷയാണ്. യഹൂദന്മാർ വന്ന് സംസാരിക്കുന്നത് അരാമിക് ലാംഗ്വേജ് ആയിരുന്നു. അതിന് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഈസ്റ്റേൺ സിറിയക് ലാംഗ്വേജ് എന്ന് പറയും. അത് നല്ലവണ്ണം ഒരു ഡോക്ടറേറ്റ് ഈക്വലൻ്റായിട്ട് പഠിച്ച ആൾ. പ്രൈസ് ദി ലോർഡ്. റോമൻ ലാംഗ്വേജ് അദ്ദേഹത്തിന് അറിയാം, കാരണം അദ്ദേഹം റോമൻ സിറ്റിസണാണ്. തൻ്റെ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ഇന്നൊരു അമേരിക്കൻ സിറ്റിസണാണെന്ന് ഞാനെന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു അനുഭവമാണ് അന്ന് റോമൻ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു സെഞ്ചുറിയൻ പറയാണ്, ഞാൻ ഒത്തിരി പണം കൊടുത്തിട്ടാണ് എനിക്ക് റോമൻ സിറ്റിസൺഷിപ്പ് കിട്ടിയതെന്ന് പറയുന്നു. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ തന്നെ ജനിച്ചവനാണ്, ഐ ആം എ ബോൺ സിറ്റിസൺ. അദ്ദേഹത്തിൻ്റെ പിതാവ് ധനാഢ്യനായ ഒരു മനുഷ്യനായിരുന്നതുകൊണ്ട്, ബിസിനസ്സുകാരനായിരുന്നതുകൊണ്ട് ആ വഴിക്ക് അദ്ദേഹത്തിനും പൗലോസിനുമൊക്കെ ബോൺ സിറ്റിസൺഷിപ്പ് ലഭിച്ചവരാണ് എന്ന് നമ്മൾ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി 9:4 നമ്മൾ കാണുന്നുണ്ട്, എനിക്കൊരു ഹെവൻലി വിഷൻ ഉണ്ടായി. അതാണ് എൻ്റെ മാനസാന്തരത്തിന് കാരണം. അത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ മതപരമായ പ്രാർത്ഥനയിലിരിക്കുമ്പോഴല്ല, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കേണ്ടതിനും പീഡിപ്പിക്കേണ്ടതിനും കുതിരപ്പുറത്ത് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും വാങ്ങിക്കൊണ്ട് ഡമാസ്കസിലേക്ക് യെരുശലേമിൽ നിന്ന് പോകുമ്പോൾ കുതിരയുടെ പുറത്തു നിന്ന് മധ്യാഹ്ന സൂര്യനെ വെല്ലുന്ന പ്രഭയിൽ കർത്താവ് അവന് പ്രത്യക്ഷനായി. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? അപ്പോൾ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തിരിച്ച്. അന്ന് പൗലോസ് നല്ല പേര്, അദ്ദേഹത്തിൻ്റെ ഹീബ്രു പേരാണ് സോൾ. നീ ആരാകുന്നു കർത്താവേ? മറുചോദ്യം ചോദിക്കുക. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് യേശുവിനെ ഒരുപക്ഷെ കണ്ടിട്ടില്ല. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്തൊക്കെ അദ്ദേഹം ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം, ബാലനായിരിക്കണം. ഇത് ചില വർഷങ്ങൾക്ക് ശേഷമാണ് ക്രൂശീകരണത്തിന്. അപ്പോൾ യേശുവിനെ നേരിട്ട് കാണാൻ വഴിയില്ല. അപ്പോൾ യേശുവിനെ ഒരു മുഖം ഷെക്കൈന ഗ്ലോറിയിൽ കാണുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്, നീ ആരാണ് കർത്താവേ? ഒരു മനുഷ്യരൂപത്തിൽ. എന്നാൽ അത് ഷെക്കൈന ഗ്ലോറിയിൽ കാണുന്നത് കൊണ്ട് ദൈവ സാന്നിധ്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ യഹൂദന്മാർക്കൊരു മനുഷ്യരൂപം ദൈവപ്രഭയിൽ കാണുന്നത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അബോമിനേഷൻ. ദൈവത്തിന് രൂപമില്ല എന്നവർ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ ദൈവ തേജസ്സിൽ ഒരു മനുഷ്യരൂപം കണ്ടുകൊണ്ടാണ് ചോദിക്കുന്നത്, നീ ആരാണ്? എന്നാൽ കർത്താവെ എന്ന് വിളിക്കുന്നുണ്ട്, കാരണം ദൈവത്തിൻ്റെ പ്രഭ അവിടെ കാണുന്നുണ്ട്. മോശ കണ്ടതുപോലെ ദിവ്യ തേജസ്സിലാണ് ഈ യേശുവിൻ്റെ മുഖരൂപം കാണുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നീ ആരാണ്? മറുപടി, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. അങ്ങനെ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണ ശൗല് അന്ധനായിത്തീരുന്നു. അങ്ങനെ അന്ധനായി കിടക്കുന്ന ആളിൻ്റെ അടുക്കലേക്ക് നമുക്കറിയാം അവിടെയുള്ള ഒരു സാധാരണ വിശ്വാസിയെ വഹിക്കുകയാണ്. അവൻ്റെ പേരെന്താ? അനന്യാസ്.
അനന്യാസ് ഒരു സാധാ വിശ്വാസിയാണ്. അനന്യാസിനോട് പറഞ്ഞു, നീ ശൗലിൻ്റെ അടുക്കൽ ചെന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവന് സൗഖ്യം ലഭിക്കട്ടെ എന്ന് പറഞ്ഞു. അനന്യാസ് പറഞ്ഞു, എന്നെ വിടല്ല, എനിക്ക് പാനൊക്കത്തില്ല. കാരണം ഇവനൊരു ഭീകരനാണ്, ഇവൻ ഇവിടെയുള്ള വിശ്വാസികളെ കൊല്ലാൻ വന്നവനാണ്, ജയിലിലിടാൻ വന്നവനാണ്, എനിക്ക് പാനൊക്കത്തില്ല. അപ്പോൾ പറഞ്ഞു, ഞാനവിടെ ന്യായാധിപന്മാർക്കും നാടുവാഴികൾക്കും മുമ്പേ നിൽക്കാനുള്ള ഒരു സാക്ഷിയായി എഴുന്നേൽപ്പിക്കും. അവൻ എന്തെല്ലാം കഷ്ടം എനിക്ക് വേണ്ടി സഹിക്കേണ്ടി വരും എന്നുള്ളത് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ എത്ര സഭയെ പീഡിപ്പിക്കുന്നുവോ അതുപോലെ അവൻ്റെ ആത്മീയ ജീവിതത്തിൽ, അവൻ്റെ ജീവിതത്തിൽ ഉപദ്രവങ്ങളുണ്ടാകും. നീ അവന് വേണ്ടി പോയി പ്രാർത്ഥിക്കാൻ പറയുകയാണ്, നിയോഗിക്കുകയാണ്. അങ്ങനെ അനന്യാസ് പോയി, ശൗലേ സഹോദര, നിനക്ക് കാഴ്ച പ്രാപിക്കേണ്ടതിന് നസ്രനായ യേശുവിനെ അയച്ചിരിക്കുകയെന്നും പറഞ്ഞ് അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അന്ധകാരപൂരിതമായിരുന്ന അവൻ്റെ കണ്ണ് കാണാൻ വയ്യാതിരുന്ന അവസ്ഥയിൽ ചിലത് കണ്ണിൽ നിന്ന് താഴെ വീഴുകയും അവന് സൗഖ്യമുള്ളവനായി തീരുകയും ചെയ്തു. പിന്നീടാണ് കർത്താവിൻ്റെ സാക്ഷ്യം ശക്തിയോടെ അവന് ഡമാസ്കസിൽ അറിയിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കത്തോലിക്കരുടെ ആസ്ഥാനമെന്ന് പറയുന്ന റോമോ, യഹൂദന്മാരുടെ ആസ്ഥാനമെന്ന് അവരെ വിശേഷിപ്പിക്കുന്ന ജെറുസലേമോ ഒക്കെ ക്രിസ്തീയ ഗോളത്തിൽ ഒരു ലീഡർഷിപ്പിലേക്കോ അല്ലെ നേതൃത്വത്തിലേക്കോ വരുന്നതിന് മുമ്പ് ഡമാസ്കസ് അഥവാ സിറിയയിലെ ഡമാസ്കസ് ഒരു പ്രധാനപ്പെട്ട പട്ടണമായി തീരാനുള്ള കാരണം അതാണ്. കാരണം പൗലോസ് അപ്പോസ്തലൻ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബർന്നബാസ് തുടങ്ങിയവർ എന്ന് മാത്രമല്ല, ഇവരൊക്കെ ശക്തമായ ഭാഷയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുകയും യേശുവാണ് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ പ്രഘോഷിക്കുകയും ചെയ്തുകൊണ്ട് യഹൂദന്മാരെ മിണ്ടാതാക്കത്തക്ക രീതിയിലുള്ള സംവാദങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ നടത്തിയത്. നിങ്ങൾക്ക് തോന്നും ക്രിസ്തീയ സഭയ്ക്ക് സംവാദങ്ങളുണ്ടായിരുന്നോ? ക്രിസ്തീയ സഭയിലെ ബർന്നബാസ്, പൗലോസ്, സ്തേഫാനോസ് ഇതുപോലെയുള്ളവരൊക്കെ സംവാദങ്ങൾ നടത്തിയവരാണ്. പണ്ഡിതന്മാരായ യഹൂദന്മാരോട് ശക്തമായ ഭാഷയിൽ യഹൂദ മത എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് യേശു ക്രിസ്തു സാധാരണ ഒരു മനുഷ്യനല്ല, കേവലം ഒരു പ്രവാചകനല്ല, അതിനേക്കാൾ ഉപരി ദൈവം മനുഷ്യരൂപത്തിൽ വന്ന ദൈവപുത്രൻ തന്നെയാണെന്ന് പഴയ നിയമ വെളിച്ചത്തിൽ അതിനെ സ്ഥാപിച്ച് അരക്കിട്ട് ഉറപ്പിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് യഹൂദന്മാരുടെ നാക്ക് മിണ്ടാതാക്കിയെന്നാണ് ദൈവവചനം പറയുന്നത്. സംവാദത്തിന് സ്ഥാനമുണ്ട് ചില സമയങ്ങളിൽ. കേവലം സുവിശേഷവും സാക്ഷ്യവും പറഞ്ഞു പോകുന്നതിനും അതിൻ്റേതായ സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പരിജ്ഞാനപൂർവ്വം സഭയ്ക്ക് അനുകൂലമായി പ്രവർത്തിക്കേണ്ടതിനു വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 9:4 പറയുകയാണ്, എനിക്കൊരു ഹെവൻലി വിഷൻ ഉണ്ടായി എന്ന്. അപ്പോൾ സ്വർഗീയ ദർശനം പ്രാപിച്ച് മുന്നോട്ട് വന്നവനാണ് പൗലോസ്. നമുക്കൊക്കെ ഓരോ സമയങ്ങളിൽ ദൈവം ഓരോ വിഷൻസ് തരാറുണ്ട്, വെളിപ്പാടുകൾ തരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്, ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരുന്നതും വർദ്ധിക്കുന്നതും. അങ്ങനെ കാഴ്ചപ്പാട് സ്വർഗീയ ദർശനം പ്രാപിച്ച പൗലോസ് ഫിലിപ്പിയ ലേഖനം 3:7 പറയുകയാണ്, എനിക്ക് ലാഭമായതൊക്കെ ഞാൻ ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. പൗലോസ് ജന്മനാ ഒരു പണക്കാരനായിരുന്നു. ആ കാലത്തെ ഷിപ്പുകൾ ഉണ്ടാകുന്ന ഒരു ഷിപ്പ് മർച്ചൻറ്റിൻ്റെ മകനായിരുന്നെന്നാണ് പൗലോസിനെ കുറിച്ച് പറയുന്നത്. ഒരു ധനാഢ്യൻ്റെ പുത്രൻ, സിൽവർ സ്പൂണൊക്കെ വായിൽ വെച്ചുകൊണ്ട് ജനിച്ചവൻ എന്ന് പറയില്ലയോ ധനാഢ്യരെ കുറിച്ച്? അതുപോലെ ജനിക്കപ്പെട്ട ഒരുവനാണ് ശൗൽ ഓഫ് തർസൂസ്. എന്നാൽ അതിനെയല്ല, അതുപോലെ ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ന്യായപ്രമാണം നന്നായി പഠിച്ചവൻ, ആ കാലത്തെ ഏറ്റവും അറിയപ്പെട്ട ഒരു ടീച്ചർ റാബായ് ഗമാലിയലാണ്. ആ ഗമാലിയലിൻ്റെ പാദത്തിലിരുന്ന് പഠിച്ചവൻ. ഇന്ന് യഹൂദന്മാർ വളരെ റെസ്പെക്റ്റോടുകൂടി ഓർക്കുന്ന ഒരു ഗുരുവാണ് അവരുടേത് ഗമാലിയൽ. ആ ഗമാലിയലിൻ്റെ പാദത്തിലിരുന്ന് പഠിച്ചവനെന്ന് പറയുമ്പോൾ നല്ലവണ്ണം പഠനം നടത്തിയവനാണ്. പ്രൈസ് ദി ലോർഡ്. 8-ാം നാൾ പരിച്ഛേദനയേറ്റവൻ. അപ്പം നോക്കുമ്പോൾ യഹൂദന്മാരുടെ മുമ്പിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന് പലതും അഭിമാനമായിട്ട് പറയാനുണ്ട്. ആദ്യത്തെ രാജാവായ ശൗല് ജനിച്ച അതേ ഗോത്രത്തിൽ, ബെഞ്ചമിൻ ഗോത്രത്തിൽ ജനിച്ചു വളർന്നവനാണ്. ഇങ്ങനെ പല പാരമ്പര്യങ്ങൾ അദ്ദേഹത്തിന് തന്നെക്കുറിച്ച് പറയാനുണ്ട്. എന്നാൽ ഇതെല്ലാം എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ഛേദമെന്നെണ്ണിയിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്.
നമ്മൾ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഭൗമികമായി ചില നേട്ടങ്ങളോ മാന്യമായ കാര്യങ്ങളോ ഉണ്ട് എന്നുള്ള അഭിമാനപൂർവ്വം ഇരിക്കാനല്ല, കർത്താവായ യേശുവിൻ്റെ നാമത്തിനും നാമമഹത്വത്തിനും വേണ്ടി വന്നാൽ അവയെ ഉപേക്ഷിക്കുവാനുള്ള വ്യഗ്രത മനോഭാവം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ രക്ഷിക്കപ്പെടുന്നത് നമ്മുടെ കർമ്മപ്രവൃത്തികൾ കൊണ്ടല്ല. നമ്മൾ സങ്കീർത്തനത്തിലൂടെ വായിച്ച് ധ്യാനിച്ചപ്പോൾ ശ്രദ്ധിക്കുകയുണ്ടായി, അവരുടെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെയാണ് യഹൂദനെ നീതിമാനായി കണക്കാക്കുന്നെങ്കിൽ ക്രിസ്തീയ വീക്ഷണത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ക്രൂശിലൂടെ ലഭിക്കുന്ന കൃപയിലൂടെ ലഭിക്കുന്നതാണത്. റോമാലേഖന കർത്താവായ പൗലോസ് പറയുന്നത് 5-ാം അധ്യായത്തിൽ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമ്മുടെ കർമ്മ അനുഷ്ഠാനങ്ങൾ മൂലമല്ല, വിശ്വാസത്താലും കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തു ചെയ്തെടുത്തു എന്ന് നമ്മൾ ബോധ്യപ്പെടുന്നതായ പാപയാഗത്തിലൂടെയുമാണ് നമ്മുടെ രക്ഷ ദൈവത്തിൻ്റെ കൃപയാൽ ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. പൗലോസ് പല കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. തനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയുള്ള അസ്വസ്ഥതകൾ തന്നെ ഭരിച്ചിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഉപവസിച്ച് 3 പ്രാവശ്യം അദ്ദേഹം 3 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ 3 പ്രാവശ്യം എന്നുള്ള അർത്ഥത്തിലല്ല, പല സെക്ഷനുകളിലായി പല ടൈമുകളിലായി പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് സൗഖ്യം വേണം. തൻ്റെ റൂമാൽ അല്ലെങ്കിൽ തൻ്റെ തോളത്തിട്ടിരിക്കുന്ന തോർത്ത് ചില രോഗികളുടെ മേലിട്ടാൽ അവർക്ക് സൗഖ്യം വരും. താൻ കൈ തൊട്ട് പ്രാർത്ഥിച്ചാൽ അവർക്ക് സൗഖ്യം വരും. കൈ തൊടാതെ പ്രാർത്ഥിച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇങ്ങനെയുള്ള പൗലോസ് അപ്പോസ്തലൻ രോഗിയായിരുന്നു, അസ്വസ്ഥതയുള്ളവനായിരുന്നു. അദ്ദേഹം 3 പ്രാവശ്യം റിപ്പീറ്റഡ്ലി അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സൗഖ്യം. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ബലഹീനത എന്ന് പറഞ്ഞാൽ ശാരീരിക ക്ലേശമാണ്. ആ ക്ലേശത്തിൻ്റെ നടുവിൽ എൻ്റെ കൃപ നിന്നിൽ വെളിപ്പെടുന്നു, അതുകൊണ്ട് എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസിനെ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് വേറൊരു വാക്യം വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7 തൊട്ടുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം വായിച്ചതാണിത്. അതായത്, നീതിമാനായ ഒരുത്തന് വേണ്ടി ആരും അങ്ങനെ മരിക്കാനൊന്നും പോകത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയമായിരിക്കും. ചാരിറ്റിയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ചിലപ്പോൾ മരിക്കാൻ ചിലർ തുനിഞ്ഞെന്ന് വരാം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്കവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോടെ നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അപ്പോൾ രക്ഷിക്കപ്പെടുന്നു, രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് കണ്ടിന്യൂസ് ടെൻസിൽ അവിടെ പറയുന്നു. രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ രഹസ്യവരവുകൾ നാം തിരുസന്നിധിയിൽ ചേർക്കപ്പെടുമ്പോൾ തേജസ്സുള്ള ശരീരത്തെ നാം പ്രാപിക്കുന്നതിനെയാണ് രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മർത്യ ശരീരത്തിൽ നിന്നുള്ള വിടുതൽ, മാനസികമായ പരിവർത്തനം ഓരോ ദിവസവും ഒരു ക്രിസ്ത്യാനിക്ക് വന്നുകൊണ്ടിരിക്കുന്നു ജീവിതത്തിൽ. അതിനെയാണ് രക്ഷിക്കപ്പെട്ടുകൊണ്ടായിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെ മോചനമാണ്. പാപത്തിൻ്റെ അധീനത്തിൽ നിന്നും കാൽവറി ക്രൂശിലൂടെ എനിക്ക് രക്ഷ പ്രാപിച്ചുവെന്ന് ഒരാൾ വിശ്വസിക്കുകയും യേശുവിനെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നാം രക്ഷിക്കപ്പെട്ടു. ആ രക്ഷ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, അതിൽ നാം വളരുന്നു. അതിൻ്റെ പൂർത്തീകരണം കർത്താവിൻ്റെ വരവെങ്കിൽ നാം തിരുസന്നിധിയിൽ ചേർക്കപ്പെടുന്നതിലൂടെയാണ് എന്ന് നാം കാണുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എഫെസ്യ ലേഖനം 6-ാം അധ്യായം 19-20 വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു വാക്യം കാണുന്നുണ്ട്. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന് ഞാൻ സംസാരിക്കേണ്ടതും വണ്ണം അതിനെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ.
പൗലോസ് പറയുന്നത് തടവിൽ കിടന്നുകൊണ്ട് എഴുതുന്ന ഒരു ലേഖനമാണ്. എൻ്റെ തടവിൽ നിന്ന് എന്നെ രക്ഷപ്പെടാനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് പറയുന്നില്ല. എന്നാൽ ദൈവവചനം വേണ്ട രീതിയിൽ പറയുവാനും ശുശ്രൂഷിക്കുവാനും എനിക്ക് കൃപ ലഭിക്കേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ചങ്ങല ധരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്ഥാനാപതി. സ്ഥാനാപതി എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് അംബാസഡർ എന്നാണ്. കർത്താവിൻ്റെ വചനം പ്രസ്താവിക്കുന്ന, ആധികാരികമായി സംസാരിക്കുന്ന ഏതൊരു വ്യക്തിയും കർത്താവിൻ്റെ സ്ഥാനാപതികളാണ്, അവൻ്റെ അംബാസഡേഴ്സാണ്. കാരണം ഈ പറയുന്ന വാക്ക് തൻ്റേതല്ല, തന്നെ അയച്ചവൻ്റേതാണ്. ഞാൻ ഈ പറയുന്ന വചനം എൻ്റേതല്ല, ദൈവവചനത്തെ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കുന്നതാകിയാൽ അത് ദൈവം തരുന്ന വചനമാണ്. ദൈവത്തിൻ്റെ സ്ഥാനാപതിയായിട്ടാണ് ഞാനത് സംസാരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആകാൻ പാടില്ല. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു ദൗത്യത്തോടു കൂടെയാണ്. നമുക്കൊരു ശുശ്രൂഷ ഈ ഭൂമിയിൽ തേക്കാനുണ്ട്. അത് സാക്ഷ്യം വഹിക്കുന്നതിലൂടെയാകാം, പ്രാർത്ഥിക്കുന്നതിലൂടെയാകാം, ശക്തമായ രീതിയിൽ വചനം പ്രഘോഷിക്കുന്നതിലൂടെയാകാം, സ്ഥാനമുള്ള എന്ന് പറഞ്ഞാൽ അർഹിക്കുന്ന സ്ഥാനത്ത് സംവാദങ്ങൾ നടത്തുന്നതിലൂടെ ആയിരിക്കാം. നമ്മളെ ദൈവം അധികാരപ്പെടുത്തിയിരിക്കുകയാണ് സ്വർഗത്തിൻ്റെ സ്ഥാനാപതികളായി. അത് നാം വിശ്വസ്തയോടെ ചെയ്തെടുക്കണം. അതിനുവേണ്ടിയായി നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ 16 തൊട്ടുള്ള വേദഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 16ഉം 17ഉം വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ, അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് ചില കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. സാമ്പത്തികം, ആരോഗ്യപരം, ഗാർഹികം, അല്ലെങ്കിൽ സാമൂഹികമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ സൈക്കോളജിക്കൽ ഇഷ്യൂ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്നത് നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമാണ്. എത്ര കഷ്ടം! പൗലോസിൻ്റെ കഷ്ടത്തിൻ്റെ അത്രയും നാം ആരും കഷ്ടത്തിലൂടെ കടന്നു പോയിട്ടില്ല. അതിനെക്കുറിച്ച് പൗലോസിന് പറയാനുള്ളത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതികൂല പ്രയാസങ്ങൾ വന്നാലും, ശാരീരികമാകട്ടെ മാനസികമാകട്ടെ, ഏത് തലത്തിലായിരുന്നാലും അത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമാണെന്നും നമുക്ക് നിത്യതയിൽ അത്യന്ത ഘനം എന്ന് പറഞ്ഞാൽ വെയിറ്റുള്ള റിവാർഡ് ലഭിപ്പാൻ അത് നമ്മെ സഹായിക്കുന്നു എന്നുള്ള വസ്തുതയാണ് അവിടെ കാണുന്നത്. ഇവിടെ പൗലോസ് ഈ വാക്യങ്ങളിലൂടെ പറയുന്ന ഒരു കാര്യം, അത് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, അത് ഇയ്യോബിനെ പോലുള്ള പറയുകയാണ്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് അവനെ കാണും. നാം മരിച്ചു പോയാലും നാം യേശുവിനെ കാണാൻ പോകുന്നത് മരിച്ച അവസ്ഥയിലല്ല, ജീവനുള്ളവനായ കർത്താവിനെ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ളവനായും നാം ജീവനുള്ളവരായും അവനെ കാണും. അതാണ് നമ്മുടെ വലിയ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. എന്ന് മാത്രമല്ല പൗലോസ് പറയുന്നത്, ഞാൻ ആ ദേശത്ത് കാണുമെന്നല്ല പറയുന്നത്, ഞാൻ ഈ യേശുവിനെ മുഖാമുഖമായി കാണും. അവൻ്റെ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് കാണത്തക്ക രീതിയിൽ ഞാൻ അവനെ ദർശിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, കഷ്ടതകളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പല കാര്യങ്ങളും കടന്നു വരാം. ലൈഫ് മേ ബി ഹാർഡ് ബട്ട് അവർ ഗോഡ് ഈസ് ഗുഡ്. ആ ഉറപ്പും നിശ്ചയം നമുക്ക് ഉണ്ടായിരിക്കണം. ദൈവം നമ്മെ ബിൽഡ് ചെയ്യുന്നവനാണ് ഓരോ ദിവസവും. നമ്മുടെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, വേദനകളുടെ മധ്യത്തിൽ, കഷ്ടങ്ങളുടെ മധ്യത്തിൽ അവൻ നമ്മെ ബിൽഡ് ചെയ്യുന്നു. ആ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. നമുക്ക് വേണ്ടി വില കൊടുത്തവനാണ് കർത്താവ്. ആ വില എന്താണ്? തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവനാണ്.
അവൻ നമ്മളെ കരുതാതെ ഇരിക്കത്തില്ല. അപ്പോൾ ഏത് പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായാലും വി നോ ഫോർ ഷുവർ ദാറ്റ് അവർ ഗോഡ് ഈസ് ഗുഡ്. നമ്മുടെ ദൈവം നല്ലവനാണെന്ന് നമുക്കറിയാം. ആ രീതിയിൽ നമുക്കവനെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? യേശുവിനെ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. നമ്മുടെ കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുവാൻ നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നമ്മെ അനുഗ്രഹിക്കും, സഹായിക്കും.